പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷന്, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ, മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പെൻഷൻ സ്കീമുകളെല്ലാം തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഏറ്റവും പുതിയതായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കൊക്കെയുള്ള പെൻഷൻ, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നൽകുന്നതെങ്കിൽ 3 മാസത്തെ വരെയൊക്കെ തുക ഇപ്പോൾ വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും നമുക്ക് ഈ വീട്ടമ്മ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന ആനുകൂല്യങ്ങളൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെയുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെയുള്ള പെൻഷൻ. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള പെൻഷന് ഇപ്പോൾ അപേക്ഷയൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ് പല ആളുകളും. ഈ ഒരു തുക ഉടനെ തന്നെ വിതരണം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഒന്നും ലഭിക്കാത്ത, ഇതുവരെയായിട്ട് ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൻഷനുകളോ ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ 1000 രൂപ പെൻഷൻ ലഭ്യമാകുന്നത്. അത് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകമായിട്ട് ഈ ആരെങ്കിലും ക്ഷേമ പെൻഷനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും തന്നെ ഈ തുക ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം, ക്ഷേമ പെൻഷൻ ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻകാല പ്രാബല്യത്തോടു കൂടി വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 3 മാസത്തെ വരെ ആനുകൂല്യമായിരിക്കും, തുകയായിരിക്കും നമ്മുടെ കൈകളിലേക്ക് എത്തുക. അതുപോലെ തന്നെയാണ് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അടുത്ത മാസം ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ 2000 രൂപയുടെ വിതരണം ഉണ്ടാകും. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാളിതുവരെയായും 1 രൂപ പോലും കുടിശ്ശികയില്ലാത്ത ഒരു ആനുകൂല്യമാണ്. 2000 രൂപ വീതം ലഭിക്കുമ്പോൾ പ്രതിമാസം 500 രൂപ എന്നുള്ള കണക്കിൽ, അതായത് 4 മാസത്തിൽ 2000 രൂപ, 500 രൂപ കണക്ക്, ആ ഒരു രീതിയിലാണ് ഈ ഒരു തുക നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ആനുകൂല്യ വിതരണം ഫെബ്രുവരി മാസത്തിലെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, 4 മാസം ഒരിക്കൽ എന്ന് പറയുമ്പോൾ 4 മാസം ഒരു ക്വാർട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഇയറായിട്ട് തിട്ടപ്പെടുത്തി അതിൻ്റെ അവസാന മാസത്തിലാണ് നമുക്ക് ഈ ഒരു തുക കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുക. ഇതുതന്നെയായാലും ഈ ഒരു തുക കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, യാതൊരു തരത്തിലും ആളുകളെ ഒഴിവാക്കില്ല. മാത്രവുമല്ല, മുൻപ് തുക തടസ്സപ്പെട്ട ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കിസാൻ സമ്മാൻ നിധി പ്രകാരം മുടങ്ങിക്കിടക്കുന്ന തുക 6000-വും 8000 രൂപയൊക്കെ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് പറയുവാൻ വന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.